സ്ത്രീകൾക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒരു 30s ആകുമ്പോൾ തന്നെ തുടങ്ങും. അതായത് കുറച്ച് ആ ഒരു ബാലൻസിനോ അല്ലെങ്കിൽ അതിൻ്റെ ലെവലോ അല്ലെങ്കിൽ ശരീരം അല്ലെങ്കിൽ അവരുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യണ രീതിക്ക് വ്യത്യാസം വരാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് ആണ്. അതായത് പീരിയഡ്സിന് തൊട്ട് മുമ്പുള്ള ഒരാഴ്ച 10 ദിവസമൊക്കെ ശാരീരികമായിട്ടും കുറേ ചേഞ്ചസ് അവർക്കുണ്ടാവും. സ്വെല്ലിങ് പോലെ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ പെയിന്, അല്ലാണ്ട് ഇതുപോലെ ഇറിറ്റബിലിറ്റി, ദേഷ്യം, ടെൻഷൻ, ചിലർക്ക് ഡിപ്രഷൻ, അങ്ങനെ ഒരുപാട്. ഈവൻ ചില സ്ത്രീകൾ ക്രൈംസ് വരെ കമ്മിറ്റ് ചെയ്യണത് ആ പ്രീ മെൻസ്ട്രൽ സ്റ്റേജിലായിരിക്കും. കാരണം ആ സമയത്ത് അവർ അത്രയ്ക്ക് വോളറ്റൈലായിരിക്കും അവരുടെ ടെമ്പറും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല എങ്കിലും. അപ്പോൾ ഈ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് എല്ലാവരും അവെയർ ആയിരിക്കണം. ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ ഫാമിലീസാണ്. അച്ഛനമ്മ 1-2 കുട്ടികൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡും ഈ ആൺകുട്ടികളാണ് മക്കളെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പെൺകുട്ടിയാണെങ്കിലും ചെറിയ പെൺകുട്ടിയാണെങ്കിൽ അവരായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവയർനെസ് നമ്മളിപ്പോഴും ക്രിയേറ്റ് ചെയ്യണം. ഓപ്പൺ ഡിസ്കഷൻ വേണ്ടതാണ്. ഈ ബുദ്ധിമുട്ട് ഉണ്ടാവണ പല സ്ത്രീകളും എല്ലാം ഇങ്ങനെ ഒരുമാതിരി അവർ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ആർക്കും മനസ്സിലാവില്ല ഇവരെന്തിനാ ഈ ദേഷ്യപ്പെടുന്നത്, ഇവർക്ക് എന്താ പ്രശ്നം, ഇപ്പോൾ ഇതിന് മാത്രം ഇറിറ്റേറ്റഡ് ആവാൻ എന്താ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അത് കൂടുതൽ വേഴ്സ് ആക്കുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും ഫാമിലി ഉണ്ടായിരിക്കണം. 2, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ജനറലായിട്ട് സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, പീരിയഡ്സിന് തൊട്ട് മുമ്പുള്ള ആ സമയത്ത് ഒരാഴ്ചക്കാലം ധാരാളം വെള്ളം കുടിക്കുക. അല്ലെങ്കിലും വെള്ളം കുടിക്കണം, എന്നാലും കുറച്ചുകൂടി നന്നായിട്ട് വെള്ളം കുടിക്കുക. ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആകുമ്പോൾ സ്വെല്ലിങ് കുറയും. അപ്പോൾ ആ ഫിസിക്കൽ സിംറ്റംസ് കുറച്ച് കുറഞ്ഞിരിക്കും. പിന്നെ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കണമെന്ന് നല്ല. മധുരം കഴിക്കാനാണ് പറഞ്ഞത്, പക്ഷേ മധുരം കഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക. പിന്നെ സോൾട്ട്, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന്, ശരീരത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളൊരു ദിവസം ഉപയോഗിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. അതെന്ന് പറഞ്ഞത് 2 ടീസ്പൂണാണ് ഒരാൾക്ക്. 2 ടീസ്പൂൺ സോൾട്ടാണ് ഒരു ദിവസത്തിൽ ആവശ്യമുള്ളത്. അത് നമ്മൾ കറിയിലൊക്കെ ചേർക്കുന്ന സോൾട്ടാണ് ആ പറഞ്ഞത്. അല്ലാണ്ടുള്ള എക്സ്ട്രാ സോൾട്ട്, പിക്കിള്, ചിപ്സ്, ഉപ്പിലിട്ടത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വെല്ലിങ് ഉണ്ടാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് പിന്നെയും വേഴ്സാവും, പിന്നെ തലവേദന അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സോൾട്ട് കുറയ്ക്കുക, ഷുഗേഴ്സ് കുറച്ച് യൂസ് ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ മീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും. ഇതിന് ശേഷം, അതായത് ഒരു 40 ശേഷം 40 മുതൽ 45 വയസ്സ്, 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പെരിമെനോപോസൽ അല്ലെങ്കിൽ പ്രീ മെനോപോസലാണ് 40 തൊട്ട് 45 വയസ്സ് വരെ. 45 കഴിഞ്ഞാൽ പെരിമെനോപോസൽ, ആൻഡ് ഒരു 50 ഒക്കെ ആകുമ്പോഴത്തേക്കും മെനോപോസ് ആവും. അപ്പോൾ ഇതൊരു ഒരൊറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല. ഇതിങ്ങനെ ഒരു കാലം, കുറേ നാളുകൊണ്ട്, 7 മുതൽ 14 വർഷം വരെ ചില സ്ത്രീകൾ ദേ വിൽ ബി ഗോയിങ് ത്രൂ മെനോപോസ്. അതായത് അതിൻ്റെ ലാസ്റ്റ് ആയിരിക്കും പീരിയഡ്സ് നിൽക്കണത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഹോർമോണൽ ചേഞ്ചസ്, ഫിസിക്കലായിട്ടുള്ളത് മെയിനായിട്ടൊന്ന് വെയിറ്റ് കൂടും, സ്കിന്നൊക്കെ കുറച്ച് ഡ്രൈ ആവും, പണ്ടത്തെ ആ ഒരു സപ്പിൾനെസ്സൊക്കെ കുറയാൻ തുടങ്ങും, ഹെയർ ഫോൾ ഉണ്ടാവും, ചിലർക്ക് മുടി കൊഴിച്ചിൽ, പിന്നെ ചൂട്, സ്വെറ്റിങ്, ഭയങ്കര സ്വെറ്റിങ്, ഹോട്ട് ഫ്ലഷസ്, അതായത് ഇങ്ങനെ ഒരു ചൂടിങ്ങനെ കയറി ഇങ്ങനെ വന്ന പോലെ തോന്നും, മുഖമൊക്കെ അങ്ങ് ചുമന്ന് വന്നിട്ട്. ഇതൊക്കെ ആ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്നത്. അതായത് റെഗുലറായിട്ടുള്ള ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ആ ബാലൻസ് തെറ്റിയിട്ട് ബ്രെയിനിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺസ് കൂടണത് കൊണ്ടാണ് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അനുഭവപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ കൂടുതലായിട്ട് അവരെ ഡിസ്ട്രെസ്. അപ്പോൾ ചൂട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറേ വെള്ളമൊക്കെ കുടിച്ച്, കുറച്ച് ഇടയ്ക്ക് കുളിച്ച്, തണുപ്പിച്ച്, AC യൂസ് ചെയ്തൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മാതിരിയുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി, ദേഷ്യം, സങ്കടം, ഡിപ്രഷൻ, അങ്ങനെ അല്ലെങ്കിൽ വയലൻ്റ് ആവുക, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് ഡോക്ടറുടെ അഡ്വൈസ് മേടിക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് പീരിയഡ്സിൻ്റെ പ്രോബ്ലമാണ്. പീരിയഡ്സ് ചിലപ്പം ഈ പറഞ്ഞ മാതിരി ചില സ്ത്രീകൾക്ക് ഭയങ്കര ഹെവി ബ്ലീഡിങ്, കുറച്ച് നാൾ വരാതിരിക്കാൻ, ഓവുലേഷൻ നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഓവുലേഷൻ കുറഞ്ഞു വരിക ഈ പെരിമെനോപോസിൽ. അപ്പോൾ ഓവുലേഷൻ ഇല്ലാത്ത സമയത്ത് പീരിയഡ് വരാതെ ഇരുന്നിട്ട് പിന്നെ വരുമ്പോൾ ഭയങ്കര കണ്ടിന്യൂസ് ഹെവി ബ്ലീഡിങ് ആയിട്ട് വരിക. ചിലവർക്ക് ഇങ്ങനെ ഭയങ്കര ഗ്യാപ്പ്, കുറേ നാൾ കൂടുമ്പോഴേ വരുള്ളൂ. ചുരുക്കം ചിലവർക്ക് ഒറ്റ അടിക്ക് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പാവും. അപ്പോൾ അങ്ങനെ പലതരത്തിൽ അതിനകത്ത് ഈ ഹെവി ബ്ലീഡിങ് ഉള്ളവർ തീർച്ചയായിട്ടും
ഡോക്ടറെ മീറ്റ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കുന്നത് നല്ലതാണ്. നമ്മളിത് മെനോപോസ് ആണെന്ന് വിചാരിച്ചിരിക്കരുത്, എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. 40 വയസ്സിന് മുമ്പ് പീരിയഡ്സ് നിൽക്കുകയാണെങ്കിൽ അതിന് പ്രീമച്വർ മെനോപോസ് എന്ന് പറയും. അത് നോർമൽ അല്ല ശരിക്കും. പക്ഷേ അതിന് പ്രത്യേകിച്ചൊരു ഫിസിക്കലായിട്ടുള്ളൊരു രോഗമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള സ്ത്രീകൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. കാരണം അത്രയോ നേരത്തെ അവരുടെ ഹോർമോൺസ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അവർക്ക് ശരീരത്തിൽ ഇല്ലാതെ ആവുമ്പം അതിന് അവരുടെ ബോൺസും ബാക്കിയുള്ള പല ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. 40-നും 45 വയസ്സിനും ഇടയിൽ മെനപ്പോസ് ആവണവർ ഈ പറഞ്ഞ മാതിരി ഏർലി മെനപ്പോസ് എന്ന് പറയും. 45 വയസ്സിന് ശേഷം 55 വയസ്സിനുള്ളിലാണ് നോർമലായിട്ട് മെനപ്പോസ് ഉണ്ടാവുക, പീരിയഡ്സ് നിൽക്കുക. 55-ന് ശേഷം പീരിയഡ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ഈ മെനപ്പോസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഫിസിക്കൽ സിംറ്റംസിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു, മെൻ്റൽ സൈക്കോളജിക്കൽ സിംറ്റംസിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഇമോഷണൽ സിംറ്റംസിനെ പറ്റി. ഇതല്ലാതെ കുറച്ച് ലോങ് ടേം പ്രശ്നങ്ങളും ഉണ്ട് മെനപ്പോസ് ടൈമിൽ. അതായത് മെനപ്പോസ് ആയി കഴിയുമ്പം ഒന്ന് ബോൺസ് വീക്കാവും, അപ്പോൾ ഫ്രാക്ചേഴ്സൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പെയിൻ, കാല് വേദന, ബാക്ക് പെയിന്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവർ അറിയുക പോലുമില്ല. ബോൺസ് വീക്കായിട്ട് കംപ്രഷൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞ് സ്പൈനിലൊക്കെ ചിലപ്പോൾ ഫ്രാക്ചർ ഉണ്ടാവണമെന്ന് അറിയുക പോലുമില്ല. വേദനയായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവണത്. പിന്നെ വീഴ്ചകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഒടിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും സെറ്റാവാനും ഹീൽ ചെയ്യാനും കൂടുതൽ സമയമെടുക്കുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉള്ളത് കാർഡിയോവാസ്കുലർ, ഹാർട്ടിൻ്റെ. അതായത് നമ്മുടെ ആ ഒരു ഈസ്ട്രജൻ എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്റ്റീവ് ഹോർമോണായിരുന്നു. ഒരു ലെവലിനപ്പുറത്തേക്ക് നമ്മുടെ ബോഡിയുടെ ഫാറ്റ് കൂടാതെയും നമ്മുടെ കൊളസ്ട്രോൾ കൂടാതെയും ക്ലോട്ട്സ് ഉണ്ടാവാതെയും ഒക്കെ ഇരിക്കാൻ വേണ്ടി സഹായിച്ചിരുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ആ ഹോർമോണിൻ്റെ ഇല്ലാണ്ടായി കഴിയുമ്പം നാച്ചുറലി ഹാർട്ട് ഡിസീസസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് മെനപ്പോസ് ആയി കഴിഞ്ഞാൽ സ്ത്രീകൾ ഈ അവരുടെ കാർഡിയക് സ്റ്റാറ്റസും പിന്നെ അവരുടെ ബാക്കി ബോണിൻ്റെ കാര്യവും അങ്ങനത്തേതെല്ലാം അവർ ചെക്ക് ചെയ്യുക. വൈറ്റമിൻ ഡി നോർമലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാൽഷ്യം ഗുളികകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. പക്ഷേ മരുന്നുകളൊക്കെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് പറയാറുണ്ട് ചില സ്ത്രീകൾക്ക്. അതായത് വേറൊരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാവണമെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈസ്ട്രജൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് യൂറിൻ ഇൻഫെക്ഷൻ, വജൈനൽ ഇൻഫെക്ഷനൊക്കെ കൂടെ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. പറഞ്ഞല്ലോ, ഈസ്ട്രജൻ എപ്പോഴും പ്രൊട്ടക്റ്റീവ് ഹോർമോണായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരണുണ്ടെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ലെങ്കിൽ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഈസ്ട്രജൻ്റെ ഗുളികകൾ അല്ലെങ്കിൽ ഈസ്ട്രജൻ്റെ ക്രീമൊക്കെ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ വളരെ ഷോർട്ട് പീരിയഡ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് പീരിയഡ്സ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ ഒരു സൂപ്പർവിഷനിൽ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടുതലായിട്ടുള്ള ഈ ഹോട്ട് ഫ്ലഷസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അങ്ങനത്തേതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ്, എക്സസൈസ്, ആക്ടിവിറ്റി വേണം. ആക്ടിവിറ്റി ഇല്ലാതെ ഇരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസിൽസ് വീക്കാവും, ബോൺസ് വീക്കാവും, ഫ്രാക്ചേഴ്സ്, വീഴ്ച ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ്, എക്സസൈസസ്, അല്ലാതെ എല്ലാവരും ഒരുപാട് തുള്ളിച്ചാടി എക്സസൈസ് ചെയ്യണമെന്നല്ല. ബട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇരുന്നിട്ട് ചെയ്യാനാണെങ്കിൽ ഇരുന്നിട്ട് ചെയ്യാനുള്ള എക്സസൈസ് വരെ ചെയ്യാം. എന്നാലും നമ്മുടെ കുറേ മസിൽസൊക്കെ നമ്മൾ മൂവ് ചെയ്യും. ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മിക്ക മസിൽസിനെയും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും.